പങ്കാളിയെ കിട്ടിയത് അമേരിക്കയുടെ ഭാഗ്യം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്ത്രപരമായ മുന്നേറ്റം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ പബ്ലിക് ഡിപ്ലോമസി സാറ ബി റോജേഴ്സിന്റെ ഉന്നതതല സന്ദർശനത്തെ തുടർന്ന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഗവേഷണ സഹകരണം, ബൗദ്ധിക സ്വത്തവകാശം, കാർഷിക വ്യാപാരം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളിൽ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത അമേരിക്ക വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. വളർന്നുവരുന്ന US ഇന്ത്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ നിരവധി ചർച്ചകൾക്ക് ശേഷം മെയ് 29-ന് റോജേഴ്സ് തന്റെ സന്ദർശനം അവസാനിപ്പിച്ചതായി ന്യൂഡൽഹിയിലെ US എംബസിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം നടന്നത്. ഈ വർഷം ആദ്യം US അംബാസിഡർ സെർജിയോ ഗോർ ഇന്ത്യയിലെത്തിയതിനെ തുടർന്നാണിത്. ന്യൂഡൽഹിയുമായുള്ള ബന്ധത്തിന് വാഷിംഗ്ടൺ നൽകുന്ന പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് അംബാസിഡർ ഗോർ പറഞ്ഞു, അണ്ടർ സെക്രട്ടറി റോജേഴ്സിനെ പോലുള്ള സന്ദർശകർ ഇവിടെയുള്ളത് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈ പങ്കാളിത്തം വളർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2025-ലെ പോട്ടസ് മോദി സംയുക്ത പ്രസ്താവന നടപ്പിലാക്കുന്നതും ട്രസ്റ്റ് സംരംഭത്തിന്റെ പുരോഗതിയുമായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. റോജേഴ്സും അംബാസഡർ ഗോറും ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിച്ചു. അവിടെ അവർ അക്കാദമിക്, വ്യവസായ, മാധ്യമ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 300 നേതാക്കളുമായി ഇടപഴകി. ഗവേഷണ, വാണിജ്യവൽക്കരണം, നവീകരണം, നൂതന സാങ്കേതിക വിദ്യകളിലും ഔഷധങ്ങളിലും സഹകരണം എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. IIT ഡൽഹിയിൽ സംസാരിച്ച റോജേഴ്സ് ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ മൂല്യം അടിവരയിട്ടു. പരസ്പരം പ്രയോജനകരമായ വ്യാപാര കഴിവുകളുടെ കൈമാറ്റത്തിനൊപ്പം സാങ്കേതിക വിദ്യയുടെയും ഔഷധങ്ങളുടെയും മുൻനിരയിൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ഗവേഷണം നടത്താൻ കഴിയുന്ന ഇന്ത്യയെ പോലുള്ള ഒരു പങ്കാളിയെ ലഭിച്ചത് അമേരിക്കയുടെ ഭാഗ്യമാണെന്നും അവർ പറഞ്ഞു. US എംബസിയുടെ പ്രധാന പൊതുജന സമ്പർക്ക വേദിയായി ന്യൂഡൽഹിയിലെ അമേരിക്കൻ സെന്ററിൽ നടന്ന പൊതു നയതന്ത്ര ഇടപെടലുകളുടെ ഒരു പരമ്പരയും ഈ സന്ദർശനത്തിലുണ്ടായിരുന്നു. സുരക്ഷാ ഭീഷണികളിൽ നിന്നും പ്രതികൂല ഇടപെടലുകളിൽ നിന്നും നിർണായകമായ ആഗോള ഡേറ്റ നെറ്റ്വർക്കുകളുടെ സംരക്ഷിക്കുന്നതിന് വിശ്വസനീയ വിതരണക്കാരുടെ ഉപയോഗത്തെ വാദിച്ചുകൊണ്ട് സമുദ്രാന്തര കേബിൾ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വട്ടമേശ ചർച്ചയിൽ റോജേഴ്സ് പങ്കെടുത്തു. സ്വതന്ത്രവും തുറന്നതും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു ഇൻഡോ പസഫിക് മേഖല നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് US ഗവൺമെന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അവർ അഭിസംബോധന ചെയ്തു. സന്ദർശനത്തിനിടെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം ജയിൽ ഹൗസ് റോക്ക് എന്ന ക്ലാസിക് സിനിമയുടെ പ്രദർശനമായിരുന്നു. ഇതിനു മുൻപ് US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ്, യൂട്യൂബ് മ്യൂസിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു. ഡിജിറ്റൽ യുഗത്തിൽ നവീകരണം വളർത്തുന്നതിനും ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന സഹകരണത്തെ ഈ പരിപാടി എടുത്തു കാണിച്ചു. വ്യാപാര, കാർഷിക മേഖലയിൽ പെക്കൻ, കോഴി എന്നിവയുൾപ്പെടെയുള്ള US കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ടേസ്റ്റ് ഓഫ് അമേരിക്ക പ്രദർശനം റോജേഴ്സ് സന്ദർശിച്ചു. ഉഭയകക്ഷി കാർഷിക വാണിജ്യം വികസിപ്പിക്കുന്നതിനും വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ഇത് പ്രതിഫലിക്കുന്നു. വ്യവസായം, മാധ്യമങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി ശൃംഖലകൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയിൽ നിന്നുള്ള നേതാക്കൾക്കൊപ്പം ഫ്രീഡം 250 സ്വീകരണത്തിൽ റോജേഴ്സ് പങ്കെടുത്തതോടെ സന്ദർശനം അവസാനിച്ചു. സാമ്പത്തിക, സാങ്കേതിക, വിദ്യാഭ്യാസ, തന്ത്രപരമായ മേഖലകളിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അമേരിക്കയുടെ ദീർഘകാല പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ പരിപാടി പ്രവർത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.